ഓക്കെ, സോ സിഗ്നേച്ചർ റൗണ്ടിൽ നമ്മുടെ രാജ ട്രൈ ചെയ്തിരിക്കുകയാണ്. ഐറ്റം ട്രൈ എന്താണ് ഈ ട്രൈ ചെയ്ത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? അതല്ല, നമ്മള് അങ്ങനെ ചെയ്യണല്ലായിരുന്നു എന്റെ അഭിപ്രായം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ നല്ലതാവുന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോ സിഗ്നേച്ചർ റൗണ്ടിൽ തന്നെ ഒരു ധൈര്യമായി ട്രൈ ചെയ്യാം. നമ്മൾ ഇതുവരെ അങ്ങനെ പെർഫെക്റ്റ് അല്ലാത്തൊരു സാധനം ട്രൈ ചെയ്യാന്ന് തോന്നാൻ അതൊരു പ്രത്യേക ധൈര്യം പുലിക്കട്ടിയല്ലേ? ഇത് ഇന്നുവരെ ചെയ്തിട്ടില്ലാത്തതെന്ന് നേരത്തെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒന്നാമത് ഞാന് ഫ്ലൂട്ട് പഠിച്ചിട്ടില്ലായിരുന്നു, അതേപോലെ മോന് കീബോർഡും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോ ചേർന്നിട്ടുള്ളൂ. ഒരു 3-4 മാസമായിട്ട് ഞങ്ങൾ ഇത് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കീബോർഡിന്റെ ക്ലാസ്സിന് ചേർന്നുണ്ട്, ഞാൻ ഫ്ലൂട്ടിന്റെ ക്ലാസ്സിന് ചേർന്നുണ്ട്. ഞാൻ ഫ്ലൂട്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ അതിനോടൊരു താല്പര്യം തോന്നിയിട്ട് അതിൽ ട്രൈ ചെയ്യായിരുന്നു. അപ്പൊ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറി വന്നതാണ്. എന്നാലും ഇങ്ങനത്തെ ഒരു ഷോയിലേക്ക് വന്നപ്പോ ആ പഠിച്ചു തുടങ്ങിയ ഒരു സാധനം സിഗ്നേച്ചർ റൗണ്ടിലേക്ക് കൊണ്ടുവരാൻ തോന്നിയല്ലോ എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള ഒരു മത്സരത്തില് നമ്മൾ മത്സരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രൈ എന്ന് നമ്മൾ പറയുമെങ്കിലും കുറച്ചൊക്കെ നമ്മൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു സാധനം കൊണ്ട് വരുന്നതായിരിക്കും എപ്പോഴും സേഫ്. കാരണം ഇതിപ്പോ ഒരു കംപ്ലീറ്റ് ഒരു മ്യൂസിക്കൽ ഷോ ആണ് ഇതെങ്കിൽ ഈ ട്രൈയും കൊണ്ട് വിട്ടോളം അറിയരുത്. ഇതിപ്പോ നമ്മളിവിടെ സൂപ്പർ ഫാമിലി എന്ന് പറയുക ഫാമിലി ഷോ ആണ്. അപ്പൊ അത് കാരണം നിങ്ങൾ ചെയ്യുന്ന പാട്ടിന്റെ സ്വരം മാറി അല്ലെങ്കിൽ താളം ഇച്ചിരി മിസ്സായി അതിനെ ഒന്നും ജഡ്ജ് ചെയ്യാനല്ലല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തൊരുമയോടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവ്, അത് എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മൾട്ടി ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റും, ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഷോയിൽ മ്യൂസിക്കൽ ഷോ അല്ലാത്തത് കാരണം നമ്മൾ എന്തായാലും നിങ്ങളുടെ ഈ കൊച്ചു മിസ്റ്റേക്സ് ഒന്നും നമ്മൾ എടുക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിങ്ങൾ ഓരോ റൗണ്ടും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള ആ ട്രൈ രാജ ആ ഫാക്ടറിൽ തന്നെയാണ് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്തു, തരക്കേടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റി. പാട്ടും ട്യൂണും എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇടയ്ക്കത്തെ കുഞ്ഞു സംഭവങ്ങളൊക്കെ പോയതൊക്കെ മനസ്സിലായെങ്കിൽ നമ്മൾ അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയിൽ ശ്രദ്ധിച്ചോ, മിയ കാറ്റ് മാത്രമേ വന്നുള്ളൂ. ഇന്നിസൈ പണിയെന്ന് പറയുമ്പോ കാറ്റ് മാത്രമേ വന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്.